ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാവേ, പഴംപൊരി. ഓ എനിക്കിങ്ങനെ വെറും സ്ലൈസായിട്ട് അരിയുന്നതാണ് ഇഷ്ടം. മാക്സിമം ഞാൻ സ്ലൈഡാക്കും. ഇത്തിരി കട്ടിക്ക് ഇഷ്ടമല്ല. നല്ല പഴുത്ത പഴമാട്ടോ, എപ്പോഴും നല്ല പഴുത്ത പഴമായിരിക്കും നമുക്ക് പഴംപൊരി നല്ലത്. നല്ല പഴുത്ത പഴമാട്ടോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ആകുമ്പോൾ നമുക്ക് ഇടുമ്പോൾ നല്ല പ്രത്യേകിച്ചൊരു, ഞാനെന്തായാലും പഞ്ചസാര ചേർക്കും പൊടിക്കകത്ത്, പക്ഷെ എന്നാലും നല്ലൊരു മധുരവും. മെയിനായിട്ട് ഈ തൊലി കറുത്ത ഏത്തക്കൊക്കെ ചില ആളുകൾ കളയും. അതൊക്കെ നല്ല നമുക്ക് പഴംപൊരിക്ക് എടുക്കാൻ വേണ്ടി നല്ല പഴമാണ്, നല്ല പഴുത്ത പഴമാണ്. ഇത് മതിയാവും. നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് മൈദ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കുഴച്ചെടുക്കാം. എനിക്ക് കൈ കൊണ്ട് കുഴക്കുന്നതാട്ടോ കംഫർട്ട്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പൂണൊക്കെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആവത്തില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സാക്കി എടുക്കണം. വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലുള്ള കേട്ടോ ഇങ്ങനെയൊക്കെ. എപ്പോഴും ഒന്നും സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്താൽ അന്നേരം ഞാൻ വീഡിയോ പിടിച്ചിട്ടു. ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുപ്പ് കത്തിക്കാവേ. പാൻ വെച്ച് കൊടുക്കാവേ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. പഴമാവിനകത്ത് മിക്സ് ആക്കിയിട്ട് ചട്ടി എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പഴുത്ത പഴമാട്ടോ. അപ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ഒരു ചെണ്ടമേളം കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി പോവാണേ. നമ്മുടെ അടുപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് കാണാനായിട്ട് പോയത്. വന്നിട്ട് നമുക്ക് പിന്നെയും ബാക്കിയുള്ളത് കൂടെ ഒന്ന് പൊരിച്ചിങ്ങെടുക്കാവേ. ഇത് നമുക്ക് പിന്നെയും പൊരിക്കാം, അത് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് കണ്ടിട്ട് വന്ന് പിന്നെയും പൊരിക്കാം. ആരും എന്നെ ഒന്നും പറയരുത് കേട്ടോ, ഞാൻ ഇങ്ങനെ അത് ജസ്റ്റ് പാസ് ചെയ്തങ്ങ് പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഇത് ഈ ലാസ്റ്റ് വരുന്ന മാവുണ്ടല്ലോ, ആ മാവാണ് കേട്ടോ. എനിക്ക് ഈ പഴംപൊരിയിലും കൂടുതൽ ഇഷ്ടം എനിക്കിത് കഴിക്കുന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഈ മാവ് കളയാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുന്നു. കട്ടൻ ചായയും പഴംപൊരിയും കഴിച്ചാലോ. അപ്പം വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.